2026 മുതൽ മുമ്പോട്ട് ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒബേസിറ്റിയാണ്. സർവേയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 4-ൽ ഒരാൾ ഒബേസ് ആണ്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. അതിൽ 24% വുമൻസ് ആണ് ഒബേസ് ആയിട്ടുള്ളത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഒബേസിറ്റി 2015-2016 2.1% ആയിരുന്നു. 2019-21 കാലഘട്ടത്തിൽ 3.4% ആയിട്ട് കൂടി. അടുത്തത് ഭയാനകമായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അതായത് 3.3 ക്രോർ ചിൽഡ്രൻസ് ആണ് 2020 ഒബേസ് എങ്കിൽ 2035 ആകുമ്പോൾ 8.3 ക്രോർസ് ചിൽഡ്രൻ ഒബേസ് അല്ലെങ്കിൽ വണ്ണമുള്ള ആളുകളായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള സിറ്റിസൺസ് ആണ് ഏതൊരു കൺട്രിയുടെയും അസറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ മുമ്പോട്ടുള്ള ഭാവി ഇരിക്കുന്നത് യൂത്ത് ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ GDPയുടെ നല്ലൊരു പെർസെൻറ്റേജ് ഇവരുടെ ഹെൽത്തിന് വേണ്ടി ഗവൺമെന്റിന് മാറ്റി വെക്കേണ്ടി വരും. ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കൻ ഗൈഡ് ലൈൻസ് പ്രകാരം റിയൽ ഫുഡ്സ് മാത്രം കൊടുത്ത് ശീലിപ്പിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ, റൈസ്, ചിക്കൻ, ചപ്പാത്തി, കറികൾ, അതിന് കുട്ടികൾക്കൊരു റോൾ മോഡലായിട്ട് നമ്മൾ ആദ്യം ഈ സാധനങ്ങൾ മാത്രം കഴിച്ച് ശീലിക്കണം. പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ഫുഡ് മാക്സിമം ഒഴിവാക്കണം. അല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താതെ കുട്ടികളെ നന്നാക്കാൻ നോക്കിയാൽ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. നല്ല ശീലങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. അതിന് നമ്മൾ ആദ്യം റോൾ മോഡലായിട്ട് ഇരിക്കണമെന്ന് മാത്രം. കാരണം നമ്മൾക്ക് നമ്മുടെ വീടിനോടും അതുപോലെ തന്നെ നമ്മുടെ നാടിനോടും തുല്യമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്.